ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ അതിനോട് ഞങ്ങളെ വേണ്ടുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേരിടുക. ചെറുപ്പകാലത്ത് രോഗപീഠകളെയെല്ലാം അതിജീവിച്ചായിരുന്നു ബാലനായിരുന്ന ജോസഫിൻ്റെ പഠനം. തൻ്റെ രോഗാവസ്ഥ പഠനത്തിന് പലപ്പോഴും വിഘാതമായപ്പോഴും സഹോദരങ്ങളെ അക്ഷരം പഠിപ്പിച്ച് അവരുടെ ഗുരുസ്ഥാനീയനായതും ആടുകളെ വളർത്തി ജീവിത ചെലവ് കണ്ടെത്തിയതും സ്വന്തം സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എത്രമാത്രം സംഘർഷങ്ങളിൽ കൂടിയാണ് തൻ്റെ ബാല്യവും യൗവനവും ജോസഫ് കരുപ്പിടിപ്പിച്ചത് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നടുവിലും ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സൺഡേ സ്കൂൾ 10ാം ക്ലാസ് പാസ്സായി ഇടവകപ്പള്ളിയായ വാകത്താനം ജെറുസലേം ദേവാലയത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന യാക്കോബിൻ്റെ മകനായ യൗസേഫിനെ പോലെ ആത്മവിശ്വാസവും ദൈവാശ്രയവും അതോടൊപ്പം കഠിനാധ്വാനവും കൈമുതലാക്കിയ സന്യാസവര്യനാണ് ദിവ്യശ്രീ ജോസഫ് OIC റമ്പാൻ. ഓഗസ്റ്റ് 15 വള്ളിക്കാട്ട് പൂവത്തുംമൂട്ടിൽ വർഗീസ് കുര്യൻ്റെയും അന്നമ്മ കുര്യൻ്റെയും രണ്ടാമത്തെ പുത്രനായി ജോസഫ് എന്ന കുട്ടിയച്ചൻ്റെ ജനനം. യുവാവായിരുന്ന ജോസഫ് അന്നൊരിക്കൽ ആബോ യൂഹാനോൻ അച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ധ്യാനഗുരുവായിരുന്ന പിന്നീട് ബഥനിയുടെ അഭിവന്യ യൂഹാനോന്മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്ത നയിച്ച ധ്യാനത്തിൽ പങ്കെടുത്തത് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ബഥനി ആശ്രമത്തെയും സന്യാസ ജീവിതത്തെയും കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് തൻ്റെ അഭിലാഷം അഭിവന്യ അത്താനാസ്യോസ് മെത്രാപ്പോലീത്തായെ അറിയിച്ചു. പെരുന്നാട് ബഥനി ആശ്രമത്തിൽ നിന്നും ആബോ യൂഹാനോൻ അച്ഛൻ്റെ അനുകൂല മറുപടി ലഭ്യമായെങ്കിലും ഏറെ ക്ലേശങ്ങൾ സഹിച്ചാണ് ജോസഫ് ആശ്രമത്തിൽ എത്തപ്പെട്ടത്. സാധു എന്ന് വിളിക്കുന്ന ബ്രദറായി ആശ്രമ ജീവിതം ആരംഭിച്ച് 1970 പ്രൊബേഷൻ പൂർത്തിയാക്കിയതോടെ കുന്നംകുളം ആശ്രമത്തിലെ കാര്യങ്ങളിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 1972 മുതൽ 1975 വരെ കുന്നംകുളം സ്കൂളിൻ്റെ ഹോസ്റ്റൽ വാർഡനായി 3 വർഷക്കാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ജോസഫ് ആബോ യൂഹാനോൻ അച്ഛൻ്റെ ഷമ്മാശനാകാൻ ഒരുങ്ങുക എന്ന അറിയിപ്പ് ദൈവവിളി എന്ന പോലെയാണ് ശ്രവിച്ചത്. ഏറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും 1975 ഓഗസ്റ്റ് 5 മറ്റ് 6 പേർക്കൊപ്പം ജോസഫ് സാധു ഷമ്മാശപ്പട്ടം സ്വീകരിച്ചു. പിന്നീട് 1 വർഷക്കാലം ബഥനി ആശ്രമത്തിൽ കഴിഞ്ഞ കാലം ജോസഫ് ഷമ്മാശൻ ദൈവവുമായും ദൈവവചനവുമായും കൂടുതൽ അടുക്കുകയും ഒരു ഉത്തമ സന്യാസിയുടെ എല്ലാ ഗുണങ്ങളും തൻ്റെ ഗുരുവായ ആബോ യൂഹാനോൻ പിതാവിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞും പഠിക്കുകയും ചെയ്തു. കൃത്യം 1 വർഷത്തിന് ശേഷം 1976 ഓഗസ്റ്റ് 5 അന്നത്തെ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ മറ്റ് ഷമ്മാശന്മാരോടൊപ്പം ജോസഫ് ഷമ്മാശനെയും കശീശ സ്ഥാനത്തേക്ക് ഉയർത്തി. കോട്ടയം ഭദ്രാസനത്തിലെ തെങ്ങണ പള്ളി, മിഷൻ പള്ളി, ചേറ്റൂഴി പള്ളി, കരുണാപുരം പള്ളി എന്നീ ദേവാലയങ്ങളുടെ ചുമതല ലഭിച്ച ജോസഫ് അച്ഛൻ ഓരോ ദേവാലയങ്ങളിലും ഒന്നിടവിട്ട് ആരാധന നിർവഹിച്ചു പോന്നു. താൻ ഭൂജാതനായ ആഗസ്റ്റ് മാസം തന്നെ ഷമ്മാശനായും പിന്നീട് കശീശായും ഉയർത്തപ്പെട്ടത് ദൈവനിയോഗമായി ജോസഫ് അച്ഛൻ കരുതിയിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ യൗസേപ്പിനെ മിസ്രയീമിലെ വിശ്വസ്തനായ കാര്യവിചാരകനാക്കി
കൊടിയ ക്ഷാമത്തിൽ നിന്നും ജനത്തെ രക്ഷിച്ചതുപോലെ ജോസഫ് അച്ഛനെ തേടിയെത്തിയത് ഇടുക്കി പോലെയുള്ള മലയോര പ്രദേശത്തെ പാവങ്ങളുടെ ആത്മീയ ക്ഷാമം പരിഹരിക്കുന്നതിനായി ദേവാലയം പണിയുക എന്ന ശ്രമകരമായ ദൗത്യമായിരുന്നു. വിവിധങ്ങളായ പ്രതിസന്ധികൾ തരണം ചെയ്ത് കരുണാപുരം പള്ളി മനോഹരമായി പണി കഴിപ്പിച്ച് 1979 അഭിവന്യ ബർണബാസ് തിരുമേനിയെ ക്ഷണിച്ച് കൂദാശാകർമ്മം നിർവഹിച്ചത് ജോസഫ് കശീശയുടെ ഇടുക്കിയിലെ ആത്മീയ ശുശ്രൂഷകളുടെ തുടക്കമായി കണക്കാക്കാം. പിന്നീട് ചേറ്റുകുഴി, പുറ്റടി, വണ്ടിപ്പെരിയാർ, ഉപ്പുകുന്ന്, കരിമ്പൻ, കഞ്ഞിക്കുഴി എന്നീ ദേവാലയങ്ങളുടെ നിർമ്മിതി പൂർണ്ണമായും മുണ്ടിയരുമ, ചിങ്ങവനം, മിഷൻ പള്ളി എന്നീ ദേവാലയങ്ങളുടെ ഭാഗിക നിർമ്മാണവും പൂർത്തിയാക്കിയത് ജോസഫ് അച്ഛന് ലഭിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഉദാഹരണങ്ങളാണ്. ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഉൾനാടുകളിലും മലയോര പ്രദേശങ്ങളിലും ഏറെ കഷ്ടപ്പാടും വേദനകളും സഹിച്ച് ദേവാലയങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിയുമ്പോൾ തന്നെ പാവപ്പെട്ട കർഷകരായ വിശ്വാസ സമൂഹത്തിനും ദൈവത്തെ ആരാധിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യവും പൂർത്തീകരിച്ച ആത്മനിർവൃതി അദ്ദേഹം അനുഭവിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് റംബാച്ചൻ 1992 ഞാൻ ഇടുക്കി ഭദ്രാസനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ചെന്നപ്പോൾ അന്ന് ഇടുക്കി ഭദ്രാസനത്തിലെ ഏറ്റവും പിന്നോക്കമുള്ളതായ പള്ളിയിലെ വികാരിയായിരിക്കുകയാണ്. അതുപോലെ തന്നെ തേങ്ങാക്കല്ലിലും പിന്നെ വണ്ടിപ്പെരിയാറിലും ഒക്കെ സേവനമനുഷ്ഠിച്ചു. ആ ആളുകളൊക്കെ ഇന്നും റംബാച്ചനെ ഓർമ്മിക്കുകയും റംബാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭദ്രാസനത്തിന്റെ അസിസ്റ്റന്റ് മെത്രാപ്പൊലീത്തായാണ് ഞാൻ അലിയൻ ബാബ തിരുമേനി ആണ് മെത്രാപ്പൊലീത്തായിട്ട് ചുമതല ഏറ്റെടുത്ത ബർണബാസിന് ശേഷം അവിടെ തിരുവേദിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏകദേശം 2 വർഷത്തോളം തിരുവനന്തപുരത്ത് അവസരം നൽകി. ആ അവസരത്തിൽ എപ്പോഴും ഭദ്രാസനത്തിന്റെ കാര്യങ്ങൾ 83 മുതൽ 84 ആരംഭിച്ചതായ ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളും അന്നു മുതൽ ഉള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തരുവാൻ ഇടയായത് ബഹുമാനപ്പെട്ട പാച്ചനാണ് ചോദിച്ചത്. അന്ന് അതുപോലെ തന്നെ രജനിയിൽ ഒരു കാലത്തുണ്ടായിരുന്ന പാച്ചനുമൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്കെപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരികയും നിലപാടുകൾ എടുക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതായ കാര്യങ്ങൾക്ക് എപ്പോഴും എനിക്ക് സഹായമായിരിക്കുകയും ചെയ്തതാണ് ബന്ധപ്പെട്ട റംബാച്ചനാണെന്നുള്ളതായ സന്തോഷമാക്കും. അന്ന് മുതൽ ഇന്ന് വരെയും കൂടുതൽ അടുത്തുള്ളതായിരിക്കുന്ന ആ സ്നേഹബന്ധം തുടരുന്നു. ഇന്നും വളരെ അധികം സ്നേഹത്തോടും ബഹുമാനത്തോടെ അച്ഛനെ നമ്മുടെ സന്യാസ പ്രസ്ഥാനങ്ങളുടെ ആഴങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് മലങ്കര സഭയുടെ കാതോലിക്ക ആയിരുന്ന പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവാ തിരുമേനിയുടെ കുമ്പസാര പിതാവും മലങ്കര സഭയുടെ ആദ്യത്തെ ആശ്രമ പ്രസ്ഥാനം ആയ ബദനി ആശ്രമത്തിലെ മുതിർന്ന അംഗവുമായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് റംബാച്ചനാണ്. റംബാച്ചനെ ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ, സ്നേഹപൂർവം, ആദരപൂർവം സ്വാഗതം ചെയ്യും. സന്തോഷം. റംബാച്ചന്റെ ജീവിതവും അനുഭവങ്ങളും 90 വർഷങ്ങൾ ജീവിതം പിന്നിട്ടിരിക്കുമ്പോൾ അത് നമ്മൾക്ക് ലഭിക്കുന്ന, സഭയ്ക്ക് ലഭിക്കുന്ന, കൂടെ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഊർജവും അനുഭവമുണ്ട്. അതൊന്ന് പങ്കുവെക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശം. റംബാച്ചൻ ഇതുവരെയുള്ള ഈ 90 വർഷങ്ങൾ പിന്നിട്ട് 91ലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തെപ്പറ്റി ഒറ്റവാക്കിൽ ഒന്ന് വിലയിരുത്താമോ? ഒറ്റവാക്കിൽ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ വിളിച്ചു, വേർതിരിച്ചു എന്നല്ലാതെ വേറെ ഒന്നും കൂടുതൽ ഒറ്റവാക്കിൽ പറയാൻ പറയരുത്. ദൈവം വിളിച്ചു, അപ്പോൾ ആ വിളിയെ കേൾക്കാൻ ഹൃദയം ഒരുങ്ങി
ഞാനതിന് വിധേയപ്പെട്ടു. എങ്ങനെയാണ് ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ, വളരെ ചെറുപ്പത്തിൽ ആശ്രമ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അതെങ്ങനെയാണ് ഈ ജീവിതത്തിലേക്ക് വരാൻ റമ്പാച്ചനെ ഇടയായത്, പ്രേരിപ്പിച്ച ഘടകം? ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ തളർവാദ രോഗിയായിട്ട് സന്ധിവാത രോഗം പിടിപെട്ട് കിടപ്പിലായിരുന്ന അവസ്ഥയിൽ എൻ്റെ മാതാവ് എന്നെ വളരെയധികം സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ഒത്തിരി കഷ്ടവും കഷായവും ഒക്കെ തന്ന് ശുശ്രൂഷിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനങ്ങൾ കിട്ടുന്നില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ രോഗത്തിന് ശമനം കിട്ടും. അപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണം, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം എന്നൊക്കെയുള്ള ആ മനസ്സിൻ്റെ പ്രേരണ എൻ്റെ മനസ്സിൽ നിലനിന്നുകൊണ്ട് നടക്കാവുന്ന സമയത്തൊക്കെയും ദേവാലയത്തിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും അതിലൂടെ ദൈവത്തെ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവം സഹായിച്ചു. എൻ്റെ കഴിവല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ള പ്രേരണ എന്നെ ഉണ്ടായത്, ഞാൻ സൺഡേ സ്കൂൾ 9ാം ക്ലാസ് പാസ്സായി. അന്ന് 9ാം ക്ലാസ്സാണ് ഏറ്റവും മുതിർന്ന ക്ലാസ്. ആ 9ാം ക്ലാസ്സിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ ആ സൺഡേ സ്കൂൾ, MD സൺഡേ സ്കൂൾ എന്ന് പറയും, വാത്താനം വലിയ പള്ളിയുടെ സൺഡേ സ്കൂളാണ്. ആ സൺഡേ സ്കൂളിലെ ഒരു അധ്യാപകനായി ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചു വേർതിരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി ഒരു റിട്രീറ്റ് നടത്താൻ വേണ്ടി ബേദനിയാശ്രമ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ഇവിടുത്തെ യുവനൻ മറത്താന സിസുവേനി, അദ്ദേഹം അന്ന് ഞങ്ങൾ സുപ്പീരിയർ ആബോ യുഹാനൻ, അദ്ദേഹം ഈ ധ്യാനത്തിന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് എല്ലാവർക്കുമായി ഒരു ദിവസത്തെ ധ്യാനം നയിച്ചു. ഒരു ശനിയാഴ്ചയാണ്. ധ്യാനം കഴിഞ്ഞ് സന്ധ്യാനമസ്കാരത്തിന് മുമ്പായിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് കുമ്പസാരിക്കുവാനുള്ള അവസരം ഒരുക്കി. ആ കുമ്പസാരത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ ജീവിതം വെറും വ്യർത്ഥമാണ്, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ജീവിക്കുന്നതിൽ കൂടി ഒരു മഹത്വം നമുക്ക്, അതിൽ കൂടി അല്ലാതെ ഒരു മഹത്വം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്ന് ആ കുമ്പസാരത്തിൽ കൂടെ ഉൾക്കൊള്ളുവാനായിട്ട് ബലഹീനായി എനിക്ക് സാധിച്ചു. പിറ്റേ ദിവസം ചെത്താട്ടുപള്ളി ഞങ്ങൾ പറയുന്നത് സെൻറ് മേരീസ് പള്ളി, ആ പള്ളിയിൽ അദ്ദേഹം കുർബാന അർപ്പിച്ചത്. ആ കുർബാനയിൽ ഞങ്ങൾ എല്ലാവരും പോയി സംബന്ധിച്ചു, കുർബാന അനുഭവിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇനിയും ഈ ഭൗമികമായ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരമല്ല. ദൈവം വിളിക്കുന്നുവെങ്കിൽ ബദനിയിലേക്ക് എനിക്ക് പോകണം എന്നൊരു പൂർണ്ണ നിർബന്ധം മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അതനുസരിച്ച് എൻ്റെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബഹുമാനപ്പെട്ട യോഹന്നാനച്ചൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹത്തോട് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ എഴുതി അറിയിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഒരു 3 പേജ് മുഴുവൻ നിറയുന്നത് എൻ്റെ കുടുംബചരിത്രവും രോഗാവസ്ഥയും എല്ലാം പഠന സൗകര്യം എല്ലാം വിവരിച്ച് അദ്ദേഹത്തിന് എഴുതി. അതിൻ്റെ മറുപടിയായിട്ട് പിറ്റേ ദിവസം എനിക്ക് വരുന്ന ഒരു കാർഡാണ്, ജോസഫ് എത്രയും വേഗം അവിടുന്ന് പോരുക. ഈ ജോസഫ് പോരുക എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞ വീട്ടിൽ ജോസഫ് എന്ന് പറയുന്ന ആള് ഇത് കുട്ടിയച്ചൻ, അങ്ങനെ ഒരു പേര്, കുട്ടച്ചൻ, അപ്പൊ അങ്ങനെ ഒരു പേരുള്ള ഒരാൾ വീട്ടിലെ ഏറ്റവും വാത്സല്യനിധിയായി 2ാമത്തെ മകനായി രോഗാവസ്ഥയിലാണ്. 4 വയസ്സുള്ളപ്പോൾ പിടിപെട്ടു. ആ ഒരു അവസ്ഥയിൽ വീട്ടിൽ 1934 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിവസം ജനിക്കുന്ന, ഇപ്പോൾ സ്വാതന്ത്ര്യ ദിവസമാണ്, അന്ന് അതായിരുന്നില്ല. 34 ഓഗസ്റ്റ് 15 ജനിക്കുന്ന ഒരു 2ാമത്തെ മകൻ, ശാരീരിക പ്രയാസമുള്ള ഒരാൾ, ഇങ്ങനൊരു ഇത്രയും ദൂരം ഉള്ള ഒരു സ്ഥലത്തേക്ക് സന്യാസ ജീവിതത്തിൽ പോകാൻ മാതാപിതാക്കൾ സമ്മതമായിരുന്നു. അത് ഒരു ചരിത്രം തന്നെയാണ്. ഞാൻ ഈ കാർഡ് കിട്ടിയ, എൻ്റെ കയ്യിലല്ല കാർഡ് കിട്ടുന്നത്, എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിലാണ് കാർഡ്. ആ കാർഡ് കൊണ്ട് അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. അമ്മ ഇത് വായിച്ച് വെച്ച് അലച്ച് നിരോളിച്ച്, ഞാൻ ഇത്രയും നാളും കഷായം വെച്ച് ഇത്രയും ശുശ്രൂഷിച്ച് എൻ്റെ മകൻ എന്നെ ഇട്ടിട്ട് പോകാൻ നോക്കുകയാണോ എന്ന്. ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. സന്ധ്യയ്ക്കാണ് ഇവര് ശനിയാഴ്ച രാത്രിയിലാണ് പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ബഹളം ഉണ്ടാകുന്നത്. ഞാൻ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങി.
പിന്നെ അടുത്ത വീട്ടിലെ എൻ്റെ സഹോദരനോട് ഒരു 10 രൂപ കടം മേടിച്ച് പോക്കറ്റിൽ ഇട്ടേച്ച് എൻ്റെ പെങ്ങളെ മെറീന സിസ്റ്റർ മെറീന അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കൈതപ്പള്ളിയിലോട്ട് നമുക്ക് ഒന്നിച്ച് പോകാം, അവിടെ നിന്ന് ഞാൻ പെരുന്നാട്ടിലേക്ക് പോകും. എന്നെ അപ്പാപ്പി എന്നാണ് വിളിക്കുന്നത്. അപ്പാപ്പി പൊക്കോ, ഞാനും പുറകെ വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൈതപ്പള്ളിയുടെ അവിടെ വന്നപ്പോൾ അവൾ പള്ളിയിലോട്ട് കയറി, ഞാൻ 4-5 ബസ്സുകൾ മാറി ബദനി ചെന്നു. ലക്ഷ്യം ബദനി ആശ്രമത്തിൽ എത്തുക എന്നുള്ളത് മാത്രം ആശ്രമ ജീവിതം. അതെ, അതിലേക്ക് എത്തിച്ചേരാനായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ആശ്രമം എല്ലാം അറിഞ്ഞിട്ടും റമ്പാച്ചനെ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു യുവാവിനെ സ്വീകരിക്കുകയാണ്. ആ അനുഭവം എന്ന് പറയാമോ? ആബോ പിതാവുമായിട്ടുള്ള അവിടുത്തെ ആബോ യൂഹാനോൻ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? അത് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുന്ന ഒരു ബന്ധമാണ്. അതായത് ഞാൻ രോഗിയാണെന്നുള്ളത് എൻ്റെ കത്തുകളിലൂടെ എൻ്റെ അവിടെ ആശ്രമത്തിൽ ചെന്നതിന് ശേഷവും ഈ ജോയിൻസിലെ പഞ്ചവാദത്തിൻ്റെ വേദന വരും. അപ്പോൾ അദ്ദേഹം എന്നെ കിരീടധാരണ മാണിച്ചാൻ എന്ന് പറയും, കിരീടധാരണ വൈദ്യൻ. ആ വൈദ്യനെ കൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടർന്നുകൊണ്ടിരുന്നു. അത് എന്നാലും ശാരീരിക പ്രയാസമുള്ള ആളെ ആശ്രമത്തിൽ ഉൾക്കൊള്ളിക്കാൻ വിമുഖതയില്ലായിരുന്നു, പ്രയാസമൊന്നുമില്ല. ഇല്ലായിരുന്നു. എന്നാൽ 10 വർഷത്തോളം ഈ ചികിത്സ കൊണ്ട് സന്യാസ ജീവിതത്തിന്റെ എല്ലാ പടികളും കാലത്ത് കുർബാന കഴിഞ്ഞ ഉടനെ നമസ്കാരം 5 മണിക്ക് കുളിച്ചൊരുങ്ങി 6 മണി 5:30 ആകുമ്പോൾ ചാപ്പലിൽ വരും. 6 മണിക്ക് പ്രഭാത നമസ്കാരം വരെ കഴിഞ്ഞിട്ട് കുർബാന ആരംഭിക്കും. കുർബാനയിൽ ശുശ്രൂഷകനായിട്ടും ഞാൻ അച്ഛൻ തന്നെയാണ്, സുപ്പീരിയർ അച്ഛൻ തന്നെയാണ് എനിക്ക് കൈവെപ്പ് വന്നതും ശുശ്രൂഷകനായിട്ട് പങ്കുകൊള്ളുകയും ചെയ്യും. അന്ന് എൻ്റെ കൂടെ 4-5 സാധുക്കളുണ്ട്, ആശ്രമത്തുണ്ട്. അവരുടെ കൂടെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് കുർബാന കഴിയുമ്പം മുറ്റവും പരിസരങ്ങളെല്ലാം വൃത്തിയാക്കണം. എന്നെ പ്രധാനമായിട്ട് ഏൽപ്പിച്ചത് മെസ്സിൻ്റെ ചുമതലയാണ്. അപ്പോൾ ഈ സാധുക്കളും അച്ഛന്മാരും എല്ലാം എന്നെയാണ്. അവർക്ക് നമ്മുടെ എല്ലാവരും മരിച്ചുപോയ ഫിലിപ്പച്ചനുണ്ടല്ലോ, അച്ഛനും ആശ്രമത്തിൽ അന്ന് സാധുവായിട്ട് അവിടെ ഉണ്ട്. അവിടെ ആശ്രമത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ലില്ല, എൻ്റെ മനസ്സിലാകുന്ന ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഒരു ചിന്തയില്ലെന്ന് പറയും. എന്താണ് ശരിക്കും ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരാൻ അതിൻ്റെ ഒരു ഉൾവിളി എന്താണ്? ലക്ഷ്യം എന്താണ്? ആശ്രമ ജീവിതം അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നു? ഉണ്ടായി. അതായത് മറ്റ് യാതൊരു ബാഹ്യമായ യാതൊരു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടതില്ല. ദൈവത്തെ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദേവാലയത്തിന്റെ പരിസരങ്ങളുമായിട്ട് പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കാനുള്ള ഒരു നല്ല അന്തരീക്ഷമാണ്. ഒരു ഏദൻ തോട്ടത്തിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിൽ ഏദൻ തോട്ടത്തിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിന് എൻ്റെ എല്ലാ മാതൃകയും ദൈവം തമ്മിലാണ് എനിക്ക് തുറന്നു തന്നു. അതിൽ കൂടുതൽ ഒരു സന്തോഷം എന്നാ കണ്ടെത്തേണ്ടത്? അത് ഞാൻ സംതൃപ്തനായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാതൃകയായിട്ട് അവിടെ ഒരു അജ്ഞാനക്കാരനുണ്ടായിരുന്നു, ഈപ്പച്ചൻ എന്ന് പറയും, മണ്ണാരക്കുളഞ്ഞില്ല. അദ്ദേഹവും ഇതുപോലെ ഹോമിയോപ്പതിയുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ പഠിച്ച് അവിടെ വരുന്ന സാധുക്കൾക്കും അച്ഛന്മാർക്കും എല്ലാം ഹോമിയോ മരുന്ന് കൊടുത്തും തോട്ടത്തിൽ ജോലിക്ക് വരുന്നവർക്കെല്ലാം എന്തെങ്കിലും അസുഖങ്ങളുണ്ടായാൽ അവർക്കെല്ലാം മരുന്ന് കൊടുത്തും. ആ ഈപ്പച്ചനെ പോലെ ജീവിതകാലം മുഴുവൻ ഈ മുണ്ടൻമലയിൽ ഈ സന്യാസ ആശ്രമത്തിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം എൻ്റെ ജീവിതത്തിൽ നിലനിന്നുള്ളൂ. വേറെ ഒന്നും ചിന്തിച്ചില്ല. എങ്കിലും പിന്നീട് ഷമാശനാകാനും വൈദികനാകാനും ഒക്കെ സാധിച്ചു. ദൈവം അവസരം നൽകി. അതും വലിയൊരു അനുഭവം. ഞാൻ അത് ഈ എൻ്റെ പ്രൊഫഷൻ 68 ഞാൻ അവിടെ വന്നു. 70 എനിക്ക് പ്രൊഫഷൻ തന്നു. സാധു നോഷേറ്റ് പ്രൊഫഷൻ. അന്നും ഒരു മുണ്ടും ജുബായും ആണ് എനിക്ക് തരുന്നത്, ഇടക്കിട്ടും. അതിൽ സംതൃപ്തനായിട്ട് ജീവിച്ച് അവിടുന്ന് തന്നെ കുഴിമറ്റത്തേക്ക് ഈ സാധുവിനെ സുപ്പീരിയർ അച്ഛൻ ഇങ്ങോട്ട് വിട്ടു. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു. അതെ അതെ അതെ. ഇവിടെ നിന്നും പിന്നീട് കുന്നംകുളത്തേക്ക് പിന്നെ 72, 73 മുതൽ 75 വരെ കുന്നംകുളത്തായിരുന്നു. കുന്നംകുളത്ത്
ഞാൻ അവിടുത്തെ സ്കൂൾ പണിപ്പിക്കും കാര്യങ്ങളോട് വ്യാപൃതനായി നിൽക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 3-ാം തീയതി സുപ്പീരിയറിൻ്റെ എഴുത്തും ഫോണിലുള്ള വിളിയും കൂടെ അവിടെ വന്നു. അതായത് സാധു ആശ്രമത്തിലേക്ക് വരിക. സാധുവിന് ഓഗസ്റ്റ് 5-ാം തീയതി ഷമാശപട്ടം തരാൻ പറ്റും. ഇത് വായിച്ചപ്പോൾ ഞാൻ വാസ്തവം പറഞ്ഞേ ബോധം കിട്ടുകയും സുപ്പീരിയർ കൽപ്പിച്ചാൽ നമ്മളത് പിന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആശ്രമത്തിൽ പിറ്റേത് അന്ന് തന്നെ വന്ന് ഷമാശപട്ടം ഏൽക്കുന്ന വ്യക്തികൾ ഞാനും സോളമനച്ചനും വർഗീസച്ചനും 3 പേരെക്കാണ് ഈ തിരുവേനി അന്ന് പട്ടം തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ 3 പേരും രാത്രി മുഴുവൻ അവിടെ ജാഗരണം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. ഈ മനസ്സിൽ ഈ ചിന്ത അങ്ങോട്ട് വന്നിട്ട് ഞാൻ തളർന്നു വീഴുക. പിന്നെ ഈ ഈപ്പച്ചം കൊണ്ട് മരുന്ന് തരും, എനിക്ക് ഹോമിയോ മരുന്ന് തരും. അങ്ങനെ ഏതായാലും വെളുപ്പിന് 4 മണിയായപ്പോൾ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ ശക്തി ബലഹീനരായ മക്കളിൽ പ്രവർത്തിക്കും എന്നുള്ള ആ ഉൾബോധ്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതുകൊണ്ട് അതിന് ഞാൻ ഒരുങ്ങി വന്നു. ആ സർവീസിലെ ആ കയ്യൊപ്പ് പൂർണ്ണ സമാസനായിട്ടുള്ള ആ കയ്യൊപ്പ് കിട്ടി. ദൈവം തമ്പുരാൻ്റെ കൊണ്ട് 1 വർഷം മുഴുവൻ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല സമാസനായിട്ട് അവിടെ തന്നെ തുടർന്നു. 1 വർഷം കഴിഞ്ഞ് 1 വർഷം ഓഗസ്റ്റ് 76 ഓഗസ്റ്റ് 5-ാം തീയതി മാത്യൂസ് പ്രഥമൻ ബാവ അവിടെ എഴുന്നള്ളി വരികയും എനിക്കും വർഗീസച്ചനും സോളമനച്ചനും വൈദികപട്ടവും പിന്നെ ഒരു 2 സിംഹാസന്മാർക്ക് 2 സിംഹാസന്മാരെ പൂർണ്ണ സിംഹാസന്മാരാക്കുകയും ചെയ്തു. അത് അവിടെയുള്ള പുറത്തുനിന്നുള്ളവരായിരുന്നു. അങ്ങനെ വൈദികനായതിനു ശേഷം കുർബാന അർപ്പിക്കാൻ അല്ലെങ്കിൽ ഇടവക ഭരണത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് അതായത് ഞാൻ വെറും 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു മനുഷ്യനാണ്. 3rd ഫോം കഴിഞ്ഞിട്ട് 4ത്തിലേക്ക് കടന്നു. അത് ആ വർഷം പൂർത്തീകരിച്ചു. പക്ഷെ ജയിച്ചില്ല. ജയിക്കാൻ മാനസികമായ ചില ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അച്ഛനും നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ജയിച്ചില്ല. പിന്നെ വീണ്ടും രോഗിയായി. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എനിക്കിത് ഉൾക്കൊള്ളുവാനുള്ള കഴിവില്ലെന്നുള്ള ബോധ്യം വന്നു. ആ അവസ്ഥയിലാണ് എന്നെ ഒരു ഷമ്മാശനാക്കാൻ, ഒരു വൈദികനാക്കാനായിട്ട് നമ്മുടെ യുവാനോൻ മർത്താൻ്റെ സുപ്പീരിയർ അച്ഛൻ നമ്മുടെ പറയട്ടെ തിരുമേനിയോട് ആവശ്യപ്പെടുന്നത്. ആ തിരുമേനി പറയുന്നു, നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. കുറഞ്ഞത് SSLC എങ്കിലും പാസ്സാകാതെ ഒരു വ്യക്തിയെ നമ്മൾ വൈദികനാക്കുന്ന പരിപാടിയില്ല. അത് ഈ യുവനാനച്ചനും അല്ലെങ്കിൽ അത്താനസ്തുതിയുമായിട്ടുള്ള യുവാനസ്തുതിയുടെ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുമേനിയെ നിർബന്ധിച്ചതിൻ്റെ വെളിച്ചത്തിൽ തിരുമേനി ഒരു ആവശ്യം അച്ഛനോട് പറഞ്ഞു. അതായത് ഞാൻ പട്ടം കൊടുക്കാൻ ഞാൻ സമ്മതിക്കാം. ആ പെരുന്നാട് ചാപ്പലിലെ മദ്ബഹായിലല്ലാതെ മലങ്കര സഭയിലെ ഒരു പള്ളിയിലും കുർബാന ചെല്ലാനായിട്ട് ഞാൻ സമ്മതിക്കുകയല്ലോ. അത് മാത്രം മതിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു, കൽപ്പനയും മേടിച്ചു. അങ്ങനെയാണ് താനസ്തിരുവേനി തിരുവേനിയെ കൊണ്ട് ചെമ്മാശുവട്ടം തന്നു. താനസ്തിരി ബാബ പിന്നെ നടന്നു മുഴുവൻ ഈ കൽപ്പന മേടിച്ച വെനീസ് ചാപ്പലിൽ മാത്രം കുർബാന ചെല്ലാൻ തന്ന ആ തിരുവേനി തന്നെ എന്നെ പിറ്റേ ആഴ്ചയിൽ ചിങ്ങോനം മിഷൻപള്ളി, ആനിക്കാട് പള്ളിക്കോട്ടോട് പള്ളി, തെങ്ങണാപ്പള്ളി, ചേറ്റുകുഴി പള്ളി 4 പള്ളിയുടെ ചുമതലക്കാരനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. 4 ചുമരിനകത്ത് നിൽക്കാൻ പറഞ്ഞ ആളെ 4 പള്ളിയുടെ ചുമതല. അത് തന്നെ. അതിനുശേഷം റമ്പാച്ചൻ പെരുന്നാട്ടിൽ നിന്ന് ഇടുക്കിയിൽ പോയി കുർബാന ചൊല്ലുന്ന ഒരു രീതിയായിരുന്നു. എങ്ങനെയാണ് അനുഭവം വിവരിക്കാമോ? പെരുന്നാട്ടിൽ നിന്ന് ഇടുക്കിയിലെ അത് റാന്നി ചെല്ലുമ്പോൾ
മുണ്ടക്കയത്തിന് വണ്ടി കാണും. ബസ്സിനല്ല വേറെ മാർഗമൊന്നുമില്ല. അതും ചെറിയ ഇടുക്കി ബസ്സുകൾ എപ്പോ ഇറങ്ങും? രാവിലെ പെരുന്നാട്ടിലെ കുർബാന കഴിഞ്ഞ ഉടനെ 7-8 കുർബാന കഴിയും. കാപ്പി പിടിച്ച് റാന്നിക്ക് ഇറങ്ങും. റാന്നിന്ന് മുണ്ടക്കയത്ത് നിന്ന് ചേറ്റുകുഴി. ആദ്യം ചേറ്റുകുഴി പള്ളിയിലാണ്. പിന്നെ ഒരു ഓശാനയ്ക്കാ ആദ്യം ചേറ്റുകുഴി ചെല്ലുന്നത്. അവിടെ ഓശാന മാത്രമേ ഉള്ളായിരുന്നു? ആ ഓശാനേ ഉള്ളൂ. പിന്നെ വേറൊരു പള്ളിയിലാണ് പെസക. പിന്നെ വേറൊരു പള്ളിയിലാണ് ദുഃഖവെള്ളി ആഴ്ച. അത് കഴിഞ്ഞ് വേറൊരു പള്ളിയിൽ ഇങ്ങനെ. ഈ പള്ളി എന്നൊക്കെ പറയുമ്പം ഓലമേഞ്ഞ അത് തന്നെ ഇടങ്ങളാണ് ഭൂരിഭാഗം. ഈ ചേറ്റുകുഴി പള്ളി ഓലമേഞ്ഞ ഒരു ഷെഡായിരുന്നു. അവിടെ ഈ ദുഃഖവെള്ളിയാഴ്ച നടത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ദുഃഖവെള്ളിയാഴ്ച അല്ല ഓശാൻ നടത്തി കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു, ഇവിടെ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ നടത്തിയാൽ ഈ കാറ്റ മഴ വന്ന് ഈ ഷെഡ് പൊക്കിക്കൊണ്ട് പോയാൽ നമ്മൾ ശാപം വെക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ മേട്ടപ്പള്ളി എന്ന് പറയും, അവിടെ അടുത്ത ഒരു പള്ളിയുള്ളതാണ്. അത് ഒരു നല്ലൊരു പള്ളിയാണ്. ആ പള്ളിക്കാർ ഞങ്ങൾ ഈ ക്രിസ്ത്യാനി ഭാഷ എന്നാന്ന് പോലും കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ പള്ളി വന്ന് നടത്താവുന്നത്. പള്ളിയാണ്. അതന്നെ. പിന്നെ അവിടെ പോയാണ് ഇത് കൊള്ളിയാഴ്ചയും ഉയർപ്പും എല്ലാം നടത്തിയത്. കുന്നംകുളത്തുനിന്നും കുർബാന നടത്താൻ ചൊല്ലാനായിട്ട് ഇടുക്കിയിലേക്ക് വരുന്നുണ്ട്. ഈ യാത്രകളൊക്കെ വളരെ ദുഷ്കരമായിട്ട് തോന്നിട്ടില്ലേ? വളരെ പ്രയാസമാണ്. എന്തെങ്കിലും പ്രയോജനം ഉള്ളതായി കാണുന്നില്ല. എന്താണ് റമ്പാച്ചനെ അങ്ങനെ പ്രേരിപ്പിച്ചത് ഒരു അച്ഛനായിരിക്കെ അവിടം വരെ പോയി കുർബാന ചൊല്ലാൻ? എൻ്റെ അന്നത്തെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച വിളിക്ക് അനുസരണമായി ജീവിക്കണം എന്നുള്ളതാണ് പ്രഥമമായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അന്ന് ഈ ശാരീരികമായ അസ്വസ്ഥതകളൊന്നും തോന്നുന്നില്ല. ഏത് ബസ്സിൽ കയറിയാലും തൂങ്ങി പിടിച്ച് കോട്ടയത്ത് നിന്ന് ചേറ്റുകുഴി വരെ ചേറ്റുകിടക്കും. കയ്യിൽപ്പെട്ടി. കൈപ്പെട്ടി. അത് പെട്ടിയൊന്നുമില്ല, ഒരു കുപ്പായം കാണും. അത് മറ്റേ ഒരു തോൾ സഞ്ചി അതിനകത്ത് മറ്റും അങ്ങനെ പോരും. അതുകൊണ്ട് ഒരു പ്രയാസമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഈ പള്ളികളിൽ നിന്നൊന്നും വലിയ വരുമാനങ്ങളില്ല. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ശമ്പളം എന്ന് പറയുന്നത് ഒരു രീതിയിലേക്ക് ആയിട്ടില്ല. എങ്ങനെയാണ് റമ്പാച്ചൻ പിന്നെ ഇതിനെ തരണം ചെയ്തത്, ഈ പ്രയാസങ്ങളെല്ലാം? പള്ളികൾ ഞാൻ അന്നത്തെ കാലത്ത് ഇടുക്കിയിലെ ഓരോ പള്ളികളും വളരെ കഷ്ടപ്പാടിൽ വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഇടവക്കാരാണ്. അവർക്ക് എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അവരോട് യാതൊരു പള്ളിയിൽ നിന്നൊന്നും അതിൻ്റെ അനുഭവം ഞാൻ ഈ അന്നത്തെ പത്താം സെക്രട്ടറി ആയിട്ടുള്ളൊരു കൊന്നിക്കാരനൊരു അച്ഛനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ അച്ഛൻ ഇങ്ങനെ ഓടി നടന്ന് പള്ളിയെല്ലാം രൂപീകരിക്കുകയും കുർബാന ചെല്ലുകയും ചെയ്യുന്നുണ്ട്, പത്താസത്തിലൊന്നും അടയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. ഇങ്ങനെ കുറേ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് അപ്പന് കഞ്ഞി കൊടുക്കാതെ കുറേ മക്കളെ സമ്പാദിപ്പിക്കുക എന്നല്ലേ എന്ന് എന്നോട് പറഞ്ഞു. അത് ചേറ്റുകുഴി പള്ളിയിൽ നിന്ന് യാത്രയാക്കുമ്പോഴാണ്. പള്ളി പണ്ട് കൂതാശം കഴിഞ്ഞ് എല്ലാ അച്ഛന്മാരും എനിക്ക് അഡ്രസ്സ് എന്ന് പറയത്തില്ല, എന്നെ വിളിച്ചില്ല, എന്നു പറഞ്ഞു എന്നെ വഴക്ക് പറയുകയും ചെയ്ത. എന്നാലും അതിൻ്റെ ആ വഴക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അന്യം മക്കൾക്ക് അപ്പന് കഞ്ഞി കൊടുക്കുന്ന മക്കളെ തന്നെ സമ്പാദിക്കണം എന്നുള്ള ധാരണയിൽ ചേറ്റുകുഴി പള്ളിയിൽ ഒരു മുളക് വിരിവ് ഞാൻ നടത്തി. ഒരു ജീപ്പ് വിളിച്ച് ഓരോ വീട്ടിലും ചെന്ന് മുളക് വിരിച്ചിട്ട് തലമ്പ് മടക്കിയിട്ട് ജീപ്പിലോട്ടിടും. ആർക്കും ഒരു പ്രതിഷേധമില്ലായിരുന്നു. ആ മുളക് വിറ്റ് ആ കാശ് ഏതാണ്ട് 5000 രൂപയോളം പച്ചാസത്തിൽ കൊണ്ട് അടച്ചു. ഇനിയും പള്ളി ഞാനും പോവാന്ന് പറഞ്ഞു. അങ്ങനെ ചേറ്റുകുഴി മുതൽ ഇരുന്ന എല്ലാ പള്ളികളിലും റമ്പാച്ചൻ ആ പള്ളിയുടെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ നിർമ്മാണത്തിലേക്ക് ജീർണാവസ്ഥ മാറ്റാനായിട്ട് ഒത്തിരി അത്യുദ്ധാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതും ഈ ആളുകളെ കൂട്ടിവരുത്തുന്നതും? പ്രത്യേകിച്ച് വളരെ സാധാരണ ജീവിത നിലവാരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. റമ്പാച്ചൻ അങ്ങനെ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? ഞാൻ നമ്മുടെ ഇടുക്കിയിലെ ആദ്യത്തെ ഒരു സാമ്പത്തികമുള്ള പള്ളികളാണ് നെറ്റത്തുള്ളൂർ, തേക്കടി, കുങ്കിരിപ്പെട്ടി, ഇങ്ങനെയുള്ള പള്ളികളിലൊക്കെ സാമ്പത്തികമുള്ള പള്ളികളാണ്. അവിടെയൊക്കെ ചെന്ന് ഇവിടുത്തെ ഈ പള്ളികളുടെ സാഹചര്യങ്ങളും ഇടവക്കാരുടെ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ
അവരവരുടെ കഴിവിൻ്റെ അനുസരിച്ച് ചെയ്യും. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി ആത്മീയ സുഹൃത്തുക്കൾ വിദേശത്തും സ്വദേശത്തുമൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വാത്താനത്ത്. അതാണ് അവരൊക്കെയും അവരുടെ കഴിവിൻ്റെ പരമാവധി സഹായിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പള്ളികളെ. പിന്നെ ഓരോ സാഹചര്യങ്ങളുടെ പള്ളികളുടെ പേരൊക്കെ ഒന്ന് ഓർക്കാൻ പറയാമോ? ഇരുന്ന പള്ളികൾ. ആദ്യം പള്ളിയുടെ ഇരുന്ന പള്ളിയാണ് ചേറ്റുവഴി ഗ്രിഗോറിയോസ്. പത്മനത്തിയുടെ നാമത്തിൽ ആദ്യം പണിയപ്പെടുന്ന പള്ളിയാണ്. അതിപ്പോൾ വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നവംബർ 13-ാം തീയതി ഏതാണ്ട് 1.5 കോടി രൂപ ചെലവാക്കി പുതിയൊരു പള്ളി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ദൈവം ആയുസ് തരുന്നുവെങ്കിൽ ആ കുദാശയിൽ പോയി സംബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് കരുണാപുരം, അതും ഒരു കുഞ്ഞു പള്ളിയായിരുന്നു. അത് കഴിവിൻ്റെ പറയുന്നത് കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം എന്നുള്ളൊരു സിനിമ ഉണ്ട്. അത് അവിടുത്തെ അടുത്ത തിയേറ്ററിൽ ടിക്കറ്റ് കൊടുത്ത് നടത്തിച്ച് അതിൽ നിന്നും കിട്ടുന്ന കളക്ഷൻ ഇങ്ങനെയുള്ള പള്ളികളൊക്കെ രൂപീകരിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. കരുണാപുരം കഴിഞ്ഞിട്ട് പിന്നെ മുണ്ടിയേരുമ കഴിഞ്ഞ് പിന്നെ കഞ്ഞിക്കുഴി കഴിഞ്ഞ് കരിമ്പൻ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പുകുന്ന് കഴിഞ്ഞ് ഉറ്റടി എന്ന് തേക്കടി കുങ്കിരിപ്പട്ടി പള്ളി ഒന്ന് പുതുക്കിപ്പണിയാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ഒരു മുറി ഓഫീസ് കെട്ടിടം പിന്നെ പണിത്. അത് കഴിഞ്ഞ് പിന്നീട് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് പിന്നെ പാറത്തോട്, പിന്നെ ഈ ചിങ്ങവനം മിഷൻ പള്ളി അത് ആദ്യത്തെ ഒരു. പക്ഷെ ഇടുക്കിയിലെ പല പള്ളികളിലും റമ്പാച്ചന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള പള്ളികളായിരുന്നില്ല. ഇല്ല. അപ്പം ഈ വനത്തിൽ കൂടെയും അല്ലെങ്കിൽ ഈ വഴിയില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ പോകുന്ന അനുഭവം എങ്ങനെയായിരുന്നു? ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ? എങ്ങും പോകുമ്പോൾ ആരും കൂടെയില്ല. ഞാൻ തന്നെ ബസ് കയറി. അതിൽ ഏറ്റവും വിഷമമുള്ള സ്ഥലം എന്ന് പറയുന്നത് പൂന്നൊരു സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ ഭൂശാസ്ത്രത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത് പൂന്നെന്ന് ആരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതുപോലെ ആദിവാസികളുടെ ഒരു കേന്ദ്രമാണ്. അവിടെ കത്തോലിക്കര് അവിടെ ഒത്തിരി പേര് വന്ന് കുടിപാർക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സീതത്തോട്ടിൽ നിന്നൊരു കുടുംബം അവിടെ വന്ന് അവരുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സീതത്തോട്ടിലെ കുടുംബക്കാരും ബെർണി ആശ്രമത്തെക്കുറിച്ച് അറിയാവുന്നവരായിരുന്നു. അപ്പോൾ അവര് എന്നെ മനസ്സിലാക്കി. അവര് അങ്ങനെ ഭരണവാസ ഞാനും യോണച്ചനും കൂടെ ഞങ്ങൾ ഒരു പ്രാവശ്യം പൂന്നി ചെന്നു. ഒരു ജീപ്പൊക്കെ അതിൽ വളരെ ബുദ്ധിമുട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തെ തിരുവേനിയുടെ ഈ വേഷവും കാര്യങ്ങളും സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖാതയായിട്ട് ഇറങ്ങി വന്നു. നമുക്കിന്ന് ഇവിടെ ഒന്നിച്ചു കൂടാമെന്ന് തോന്നി. കത്തോലിക്കരും മുഴുവൻ കൂടെ ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ നമ്മളവിടെ PJ ജോസഫിനെ അവിടെ കൊണ്ടുവന്ന് റോഡും ഒക്കെ അങ്ങോട്ട് നിന്ന് ശരിയാക്കി. അതിനാണോ PJ ജോസഫിനെ വിളിക്കാൻ പോയെന്ന് പറഞ്ഞത്? അത് തന്നെ ശരിയാക്കി. അങ്ങനെ കത്തോലിക്കരും ഞങ്ങളും കൂടെ ചേർന്ന് ഒരു പള്ളി അവിടെ പൂർത്തീകരിച്ച് പോകാൻ ആൾക്കാർക്കും അവിടെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ കോതമംഗലം പിതാവ് ഇത് മനസ്സിലാക്കി. ഇനി ഞാനൊരു പള്ളി ഇവിടെ നിങ്ങൾ ഇച്ചിരി സ്ഥലം കണ്ടുപിടിച്ചാൽ ഞാൻ പള്ളി തീർത്ത് തരാമെന്നുള്ളത്. അങ്ങനെ കത്തോലിക്കരെ അവർ വേറെ തിരിച്ചെടുത്ത് ഒരു പള്ളി വെച്ചു. നമ്മൾ 10 വീട്ടുകാരുമായി. നമ്മുടെ ആ ഒരു പള്ളിപ്പണിയുടെ ഇടയിലാണോ റമ്പാച്ചൻ ഒരു ദിവസം മുഴുവൻ കാട്ടിൽ തടിയും കൊണ്ടിരിക്കുന്നത്? അത് ഈ പള്ളി വെറും മണ്ണുകൊണ്ട് തീർത്ത ഒരു പള്ളിയായിരുന്നു. ടെൻ ഷീറ്റിട്ട് എടുക്കാവുന്ന സ്ഥിതിയിലാണ് മുട്ടത്തിൽ നിന്ന് ഈ തടിയൊക്കെ മുഴുവൻ അറപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാറമട വന്നു കഴിഞ്ഞപ്പോൾ ലോറിക്കാരൻ പറയുന്നത് എനിക്ക് രൂപയൊന്നും വേണ്ട, ലോറി കിട്ടിയാൽ മതി, ഇത് ഞാനിവിടെ ഇട്ടേക്ക് പോവാന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കിയിട്ട് കാട്ടിനകത്തൂടായതുകൊണ്ടാണ് ആനക്കാടാ പുള്ളി അവിടെ ഇറക്കിയിട്ടേക്ക് പോയി. പിന്നെ ഞാൻ അതിൻ്റെ അടുത്തിരുന്ന് ആരോ ഒരാളെ പൂന്നൂർ ദേശത്ത് നിന്ന് വരുന്ന കണ്ടു. അവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ അവർ രാത്രിയിൽ വന്ന് കൂട്ടിക്കൊണ്ട് ഇത് തടി ഞങ്ങൾ ചുമ്മിക്കൊണ്ട് പോയി. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളിലോട്ട് തടി ചുമ്മിക്കൊണ്ട് പോയി. അമ്പാച്ചൻ്റെ ഈ ഇടുക്കിയിലെ പ്രവർത്തനങ്ങൾ പോലെ തന്നെ കുന്നംകുളത്തും കുറച്ചുനാൾ
പ്രവർത്തിച്ചു, ആശ്രമമായിട്ട് ചേർന്നു. അതേപോലെ ഈ നാരായണമൊഴി പോലെയുള്ള റാന്നിയിലെ പല പ്രദേശങ്ങളിൽ, ഇന്നത്തെ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ പല സ്ഥലങ്ങളിലും റമ്പാച്ചൻ കുർബാന നൽകിയിട്ടുണ്ട്. ഉണ്ട്. എങ്ങനെ കാണുന്നു അന്നത്തെ ആ ഒരു വിശ്വാസികളുടെ ആരാധനയോടുള്ള സമീപനത്തെ പറ്റി? അതിൽ ഈ നാരായണമൊഴി പള്ളിയിൽ അന്നും അതും ഒരു ചെറിയ പള്ളിയായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ പുതുക്കി പങ്കു. അവിടെയൊക്കെ ഉള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പെരുന്നാട് ബദനിയാശ്രമവുമായിട്ടുള്ള ബന്ധപ്പെട്ട ആത്മീയ തീഷ്ണത നിലനിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ്. അതുപോലെ ലാഹയില് അത് ഇവരെല്ലാം ഈ ആശ്രമമായിട്ടൊരു അഭേദ്യ ബന്ധം അവർക്കുണ്ട്. അതുകൊണ്ട് ബദനിയിലെ ഒരു അംഗം അവിടെ കുർബാന അർപ്പിക്കുന്നു, അവിടെ പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ സംതൃപ്തിയാണ്. ഞാൻ നാരായണമൊഴി ചെല്ലുമ്പോൾ കുർബാന കഴിയുമ്പോൾ ഒരു അമ്മച്ചി പറയേണ്ടി ചുട്ടു തല്ലി എൻ്റെ അച്ഛൻ വരുന്നുണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ്. അതുപോലെ ലാഹയില് ഒരു ചാപ്പലുണ്ടാക്കി, അത് തന്നെ സിനിമയുടെ ഉത്സാഹം കൊണ്ട് അതുകൊണ്ടായി. ആ ചാപ്പലിലായിരുന്നു ആ പ്രദേശത്തുള്ള കത്തോലിക്കരും എല്ലാം സംബന്ധിച്ചുകൊണ്ടിരുന്നു. എസ്റ്റേറ്റ് തൊഴിലാളികൾ അവിടെ ഒരു പരിമളത്തിനുവേണ്ടി, അത് പരിമളത്തിനുവേണ്ടി നാമത്തില്ല. ആ പെരുന്നാള് അതിശയം എന്ന് പറഞ്ഞാൽ അതിശയം. ഞാൻ എൻ്റെ അനുഭവത്തിൽ റാസ് ഇറങ്ങിയ ലാഹയുടെ ഏറ്റവും മണ്ടൽ സ്ഥാനത്ത് എല്ലാണ്ട് എല്ലാ ഉപകരണങ്ങളോടും കൂടി റാസ് അവിടെ ചെന്നു. തിരിച്ച് പള്ളി വന്നങ്ങോട്ട് കയറി. ശക്തമായ മഴയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മഴ എന്നെ കണ്ടിട്ടില്ല. ആ കാലാവസ്ഥയെ അതിജീവിക്കാൻ ദൈവം തടഞ്ഞു നിർത്തിയതായിട്ടാണ്. ആ റാസയ്ക്ക് ഒരു ഭംഗവും വരരുത് എന്നുള്ള ദൈവത്തിൻ്റെ നിശ്ചയം അവിടെ കൺമുൻപിൽ കാണാൻ സാധിച്ചു. അനുഭവിച്ച് വിശ്വാസികൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. റമ്പാച്ചന് ഈ ശാരീരിക പ്രയാസങ്ങൾ 4ാമത്തെ വയസ്സ് മുതൽ നേരിട്ട ഒരാളാണ്. ആ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കഴിഞ്ഞ് അതിനെ ഒന്ന് തരണം ചെയ്ത് അടുത്ത ഘട്ടമെത്തുമ്പോൾ പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ അടുത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, വിവിധ തരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ ഉള്ളപ്പോഴും ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്തുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നു. എങ്ങനെയാണ് ഈ രോഗാവസ്ഥയെ കണ്ടത് ആ സമയത്തൊക്കെ? എനിക്ക് ആദ്യം ചേറ്റുവഴി കുർബാന ചെല്ലുന്ന സമയത്താണ് ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നി. പരിശോധിച്ചപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അത് ചെയ്തു. അന്ന് തന്നെ അത് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ മനസ്സിൻ്റെ ധൈര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു മഹാസമ്മേളനം കോട്ടയത്ത് നടക്കുന്നുണ്ട്. ഈ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കുഴിനോട്ടത്തോട്ടല്ല വരുന്നത്, സമ്മേളനത്തിനാണ്. മരുന്നവരെല്ലാം കൂടെ എന്നെ എന്ത് ചായി കാണിക്കുന്നത്. ഈ ഡിസ്ചാർജ് ചെയ്ത് ഉടനെ ഇങ്ങനെ ഇല്ല, എനിക്ക് ദൈവം ശക്തി തരുമോ, എനിക്കിത് കാണാതിരിക്കാൻ ഒക്കെയോ ആ കൊണ്ടു. അതുപോലെ തന്നെ പിന്നീട് സ്ട്രോക്ക് വന്നു, തളർന്നുപോയി. രണ്ട് സൈഡും കിഴിച്ച് ക്ലോട്ട് ചെയ്ത് ചരണ്ടി എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അത് സൗഖ്യമായി. അത് കഴിഞ്ഞ് അന്നേരത്തേക്ക് ആശ്രമത്തിൽ തന്നെ പാടത്തോട്ടിലും ഒക്കെ കുർബാന ചെല്ലാതെ എനിക്ക് വേണ്ടി അച്ഛന്മാരെ അയച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാനുള്ളൊരു ഹെൽത്ത് മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലായിടത്തും ദൈവം എനിക്ക് ശക്തി തരുന്നില്ല, എൻ്റെ കഴിവല്ലെന്നത് എനിക്ക് അന്നു മുതൽ ഇന്ന് വരെയും ഒരുപോലെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഏത് രോഗാവസ്ഥയിലും. അത് കഴിഞ്ഞ് ഈ മരത്തേന്ന് വീണു, വണ്ടി ഇടിച്ചു, ചേറ്റ് വഴി വെച്ച് ജീപ്പ് ഇടിച്ച് താഴെ വീണ് കുഴിയിലോട്ട് പോകാൻ അവിടെ ഇന്ന് നോക്കി ഡെഡ് ബോഡി വലിച്ചെടുക്കാൻ ആ ഒരു വലിയ വിജയം പറഞ്ഞു. ദൈവം തമ്പുരാന്റെ കൊണ്ട് അദ്ദേഹത്തിന് തോന്നിച്ചത് ദൈവം തോന്നിച്ചതാണ്. അന്ന് അത് വലിച്ചില്ല എന്ന് ഒരു മിനിറ്റൂടെ കഴിയാണ് ശ്വാസം മുട്ടി ഞാൻ മരിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ദൈവം പ്രവർത്തിക്കുന്നു എങ്കിൽ പിന്നെ നമ്മൾ ആരെ ഭയപ്പെടാനാ? ഒന്നിനെയും ഭയപ്പെടേണ്ട, ദൈവം തരുന്ന ആയുസ്. ഈ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ആശ്രമ ജീവിതം, ഈ പ്രത്യേകിച്ച് ഈ വൈദിക ശുശ്രൂഷ, ഇതെനിക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്ന് തോന്നിയായിരുന്നു? ഈ അസുഖം മാറും കഴിയുമ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഞാൻ ആ വൈദ്യ ശുശ്രൂഷയിൽ പിന്മാറേണ്ട കാര്യം ഇല്ല എന്നുള്ള ഉൾബോധ്യം എനിക്കുള്ളതുകൊണ്ട്. അതെന്നാൽ അതിൻ്റെ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് പാർത്തോട്ടിൽ പള്ളി പണിതു, ഉദാശ ചെയ്തു,
അതിൻ്റെ പൗലോസ് ബാബാദിവസിൻ്റെ വലിയ കൈത്താങ്ങലായിരുന്നു അതിന് ഏറ്റവും വലിയ ഏറ്റവും അവസാനത്തെ അദ്ദേഹം അത് കൂതാശ ചെയ്യുന്നതിന് 6 മാസം മുമ്പേ ഡേറ്റ് കുറിച്ചുവെച്ചു. ഡേറ്റിൽ ഞാൻ അന്നത്തേക്ക് പള്ളിയുടെ മുറി തീർന്നിട്ടില്ല, പള്ളി തീർന്നിട്ടുണ്ട്. ആ പള്ളി ഞാൻ വരുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളവും ഒരു പുൽപ്പായും തന്നാൽ മതി, ഞാൻ ആ പള്ളിക്കകത്ത് കിടന്ന് കൂതാശ കഴിഞ്ഞിട്ട് തിരികെ പോകത്തുള്ളൂ എന്നോട് കൽപ്പിച്ചു. ഞാനതൊരു നല്ല മുതൽക്കൂട്ടായിട്ട് എടുത്തു. 6 മാസം കൊണ്ട് പല പള്ളികളിലും ചെന്ന് നമ്മുടെ മലങ്കര സഭയുടെ പരമാധ്യക്ഷന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉദാശിയാണെന്ന് എഴുതി ഡേറ്റ് തീരുമാനിച്ചിട്ട്, പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ട മറ്റൊന്നുമല്ല, ഒരു ബക്കറ്റ് വെള്ളവും ഒരു പുൽപ്പായി വന്ന് കിടക്കാനും കൊടുക്കാനും സൗകര്യമില്ല. അതുകൊണ്ട് ഒരു മുറി തീർക്കാനുള്ള കാശ് നിങ്ങൾ ഒരു 4 മാസം കൊണ്ട് 6 ലക്ഷം 7 ലക്ഷം രൂപ ഏത് പള്ളി ചെന്നാലും ലക്ഷത്തിൽ കുറഞ്ഞ ആരും തരികയില്ല. അങ്ങനെ പൗലോസ് തിരുമേനിയുടെ ഈ അനുഭവം പറഞ്ഞപ്പോഴാണ് പൗലോസ് തിരുമേനിയുടെ കുംഭസാര പിതാവായിട്ട് റമ്പാച്ചനായിരുന്നു കുറേ നാൾ. പ്രത്യേകിച്ച് ബാബ തിരുമേനി ആയിരുന്ന കാലം മുഴുവൻ കുംഭസാര പിതാവായിരുന്നു. പലർക്കും അറിയാത്ത ഒരു രഹസ്യം, റമ്പാച്ചൻ ആരോടും വെളിപ്പെടുത്താത്ത ഒരു വലിയ രഹസ്യം. എങ്ങനെയായിരുന്നു പിതാവുമായിട്ടുള്ള ഒരു ബന്ധം? പിതാവ് സെമിനാരി പഠിക്കുന്ന കാലം മുതൽ, പോളായിട്ട് ഇരിക്കുന്ന കാലം മുതൽ കുന്നംകുളത്ത്, ഞാൻ കുന്നംകുളത്തായിരിക്കും, കുന്നംകുളത്ത് വരുമ്പോൾ മുതൽ ഞാനും കുറച്ചും വടക്കേട്ട ഭാഷ തെക്കേട്ട ഭാഷയായിട്ട് ഇങ്ങനെ ഭിന്നിപ്പിച്ച് സ്വല്പ തമാശകൾ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ കുടിയേറ്റത്തായി. തിരുമേനി ദേവലോകത്ത് മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി. തിരുമേനി എല്ലാ മാസവും മിക്കവാറും 3 മാസത്തിൽ കുറയില്ല ഇവിടെ വന്ന് ജ്ഞാനവഴിയിൽ ധ്യാനത്തിനിരിക്കും. ധ്യാനം കഴിയുമ്പോൾ എന്നെ വിളിക്കും, അച്ഛാ ഇവിടെ വരെ വരണം, എനിക്ക് കുമ്പസാരിക്കാം. അങ്ങനെ 1 മാസം മുടക്കാതെ ആ കുമ്പസാരം കേൾക്കാനും ആ അനുതാപത്തിൻ്റെ കണ്ണുനീര് കാണാനും ദൈവത്തെ സ്തുതിക്കുവാനും എനിക്ക് വലിയ ഭാഗ്യം തോന്നി. എന്നാൽ അവസാനമായിട്ട് ഞാൻ കുന്നംകുളത്തായിരിക്കുന്ന അവസ്ഥ തിരുവേലി രോഗക്കിടക്കയിൽ പരിമല ആശുപത്രിയിൽ വിളിച്ചു വരുത്തി. 1 മാസം മുമ്പ് വിളിച്ചു വരുത്തി. എന്നെ 1 മണിക്കൂർ നേരം കുമ്പസാരം നടന്നു. നടന്നതിന് ശേഷം എന്നെ അംഗീകരിച്ചു. വീണ്ടും 2 ആഴ്ച മുമ്പ് അച്ഛനോട് പറയുന്നു, ഞാൻ 2 കാര്യങ്ങൾ എൻ്റെ അച്ഛനോട് പറയാൻ മറന്നുപോയി, എത്രയും വേഗം വിളിച്ചു വരുത്തുന്നത്. ഞാൻ കുന്നംകുളത്തിൽ അന്നേരം തന്നെ വന്ന് വൈകിട്ട് 5 മണിയായപ്പം ആശുപത്രി വന്നു. അപ്പോൾ തിരുമേനി ഇങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങി കിടക്കുക, ഇരിക്കാൻ വയ്യ. എന്നെ കണ്ട ഉടനെ തലേണ സാരം കഴിഞ്ഞു. തിരുവനന്തപുരം കൊണ്ട് സ്ലീബ എടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ച് ഞാൻ അനുഗ്രഹിച്ചു. ഇവിടുന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു കുരിശുമാല, അതായത് അരളിക്കായോട് ചേർന്ന് മാതാവിൻ്റെ ചിത്രത്തോടു കൂടി ഒരു അരളിക്ക ചന്ദനമാല എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇനി റമ്പാച്ചൻ കുർബാന ചെല്ലുന്ന ഏത് അവസരത്തിൽ ഇത് ഉപയോഗിച്ചുകൊള്ളണം. അത് അന്ന് വലിയൊരു അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ പുതുപ്പള്ളി വലിയ പള്ളിയിൽ എല്ലാ പെരുന്നാളിനും ഇവിടുത്തെ ഓണത്തിൽ ഞാൻ കുർബാന ഇരുന്നു. കഴിഞ്ഞ ഇപ്പോഴത്തെ പെരുന്നാളിന് നമ്മുടെ ഇവിടുത്തെ ബാബാജീവൻസ് കൊണ്ട് പ്രധാന ഓണത്തിൽ കുർബാന എല്ലാം വരുന്നു. ഞാൻ ഈ ഇതെടുത്തുകൊണ്ട് കാണിച്ച് പരിശുദ്ധരാവ് ഒന്നും പറയാൻ എത്താൻ വരുന്നു. അദ്ദേഹം പറയുന്നത് എട്ടാച്ചന്മാരിടുന്ന മാലയാണ്, പക്ഷെ പിതാവ് തന്നപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കുമ്പസാരത്തെ പറ്റി പറഞ്ഞു വന്നപ്പോൾ ഒരു ആശ്രമ പിതാവ് എന്ന നിലയിൽ, പ്രത്യേകിച്ച് മലങ്കര സഭയുടെ പരിശുദ്ധ പിതാവിനെ കുമ്പസാരിപ്പിച്ച ആളെന്ന നിലയിൽ എങ്ങനെയാണ് ഈ കുമ്പസാരം വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് പറയാം. ഞാനെന്ന ഭാവം എൻ്റെ മനസ്സിൽ നിലനിൽക്കാതെ ഞാനൊന്നുമല്ല, എൻ്റെ ദൈവം എനിക്ക് കൃപ തരുന്നതുകൊണ്ടാണ് എൻ്റെ ബലഹീനതകളെ തുറന്ന് ദൈവത്തോട് പറയാനും അവിടത്തോടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുവാനുള്ള മനസ്സ് എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം നാം അറിയാതെയും മനസ്സുകൂടാതെയും ദൈവം എല്ലാ കുറവുകളും ക്ഷമിക്കും. മനസ്സ് തുറന്ന് ഒരു നല്ല കുമ്പസാരം നടത്താൻ സാധിച്ചാൽ വലിയൊരു ഭാരം നമുക്ക് ഏതോ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഭാരം മാറ്റിവെച്ച ഒരു അനുഭവമാണ് സത്യകുമ്പസാരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഇതുവരെയും
സെമിനാരിലെ പിതാക്കന്മാർ പലരും സംസാരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ ഇവിടെ പറയാനുള്ളത് ഉണ്ട്. ഈ ആരാധന ജീവിതം, ശുശ്രൂഷ ജീവിതം, സന്യാസ ജീവിതം, ഇതിനോട് റമ്പാച്ചന്റെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ കൃഷി കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും അറിഞ്ഞത് റമ്പാച്ചൻ മാങ്ങ പറിക്കാൻ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറി നിന്ന് വളരെ അപകടം പിടിച്ച മേഖലകളാണ് പലതും. പക്ഷെ അവിടെയെല്ലാം ഇപ്പോഴും ഈ പ്രായത്തിൽ എങ്ങനെയാണ് റമ്പാച്ചൻ ഇത്ര താല്പര്യത്തോടു കൂടി, എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം? പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്, ഞാനല്ല ഏത് ജോലിയാണെങ്കിലും ഞാനിപ്പം പറമ്പിൽ കിളക്കുകയാണെന്നൊരു കൃഷികൾ ചെയ്യുകയാണെങ്കിലും അതിനകത്തുള്ള കളകളും മാലിന്യങ്ങളും മാറ്റി എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ പറ്റുന്നതായ മാലിന്യങ്ങളെ അവിടുന്ന് കഴുകിക്കളയാണ്. അനുതാപത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് ഇതിനെ കഴുകിക്കളയാൻ എന്നെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഈ ജോലികൾ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നുള്ളൂ. അതില്ലാതെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇതെല്ലാം അങ്ങ് ചെയ്തോളാം എന്നുള്ള ആ ധാരണയിൽ ഇറങ്ങി തിരിച്ചാൽ അധികം നേരം ചെയ്യാൻ ഒക്കുകയില്ല. ദൈവം കൃപ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വാഴയ്ക്ക് മണ്ണിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആരോ പിള്ളേർ വന്ന് അതിൻ്റെ വീഡിയോ എടുത്തു. അവര് അതിട്ട് വാട്സപ്പിനകത്ത് അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കോട്ടയം പത്താസിന് ആദ്യമേ ഇത് കണ്ടു. ആ വാഴയുടെ ഒരു കൊല എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ നല്ലൊരു ചെങ്കതളിയാ, എടുത്താൽ പൊന്നുമില്ലാത്തൊരു ഞാൻ കുറിച്ചിപ്പള്ളിയിൽ നിന്നാ, കുറിച്ചിപ്പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇവിടെ വന്നു. അന്നേരം അത് വെട്ടിച്ച് ഞാൻ അന്ന് ഡ്രൈവ് ചെയ്യുന്നില്ല ഇതുമായിട്ട് തിരുമേനി കുറിച്ചിപ്പള്ളിന്ന് തമിഴ് തയ്യാറായി വരുമ്പോൾ ഞാൻ കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ കർത്താവ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞ് ഇത് എങ്ങനെ പോയിക്കൊണ്ട് വരണ്ടേ, അല്ല ഇത് എൻ്റെ തിരുമേനിക്ക് ആഗ്രഹിച്ചതാണ്, ഞാൻ വരിക എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുക. അത് നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ സൽഫലങ്ങളുടെ സന്തോഷം നമുക്ക് നമ്മളത് അനുഭവിക്കുകയും രുചിക്കുകയും ചെയ്യാൻ സാധിക്കും. അത് പഞ്ചാരയാന്ന് പറഞ്ഞുകൊണ്ടല്ല, അത് മധുരം ഉണ്ടെന്നുള്ള അനുഭവിച്ചറിഞ്ഞില്ലാണ്ടൊക്കത്തുള്ളൂ. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷമുള്ള കൃഷി കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ആതുര സേവനം അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി മറ്റുള്ളവരെ, രോഗികളെ, പ്രായമായവരെ അത്തരമൊരു മേഖലകളിൽ കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ അനുഭവം എന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പ്രയാസപ്പെടുന്നവരുമായിട്ടുള്ള ഒരു എല്ലാ ദിവസവും എനിക്കിപ്പോൾ അത് പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല. ഞാൻ തന്നെ പലപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് ഒത്തിരി അതിഥികളൊക്കെ വരിക, അവരുമായിട്ട് സംസാരിക്കുക. എല്ലാ ദിവസവും ഈ അമ്മച്ചിമാരുടെ അടുത്ത് ചെന്ന് അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അവരുടെ ഭക്ഷണ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലും അതെല്ലാം അവരുടെ സാഹചര്യങ്ങളൊക്കെ അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് ഒരു ആത്മീയ ബന്ധം പുലർത്തുന്നു എന്ന് അവർക്ക് ബോധ്യം. ഇന്നത്തെ ഇപ്പോൾ ഒരു അച്ഛനെ അവിടെ വന്നില്ല, അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം 3 മാസമേ ഉള്ളൂ. ആ ഒരു എൻ്റെ വീടായിട്ട് ഇപ്പം ഞാൻ കണക്കാക്കെന്ന് പറഞ്ഞ പുള്ളി ഹിമാലയയിലോ അവിടെ എങ്ങോട്ടായിരുന്നു ഓടി വന്ന് ഇവിടെ വന്ന് കയറി ഇവിടുന്ന് കാത്തു കുടിച്ചു. അത് അവരുമായിട്ടുള്ള ആത്മീയ ബന്ധം നമ്മൾ നിലനിർത്തി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ട്, അവരെ ഓർക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ രോഗത്തിൻ്റെ എല്ലാം ആശ്വാസമായി. 1934 ഓഗസ്റ്റ് 15 ജനനം. ഏതാണ്ട് 34 വർഷങ്ങൾക്ക് ശേഷം 1968 മുണ്ടൻമലയിലേക്ക് യാത്ര തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മുണ്ടൻമലയിൽ ആദ്യം 34 സമയത്ത് അവിടെ നിന്ന് കുറേ ആളുകൾ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാം മോഹങ്ങളെ ഉപേക്ഷിച്ച് ഒരാൾ തിരിച്ച് അവിടേക്ക് കയറി ചെല്ലുകയാണ് 1968 34 വർഷങ്ങൾക്ക് ശേഷം. അമ്പാച്ചൻ അവിടെ ചെന്ന് ഈ ഒരു സാധാരണ ഒരു മനുഷ്യനായി അമ്പാച്ചൻ പറയുന്നത് പോലെ ഒരു രീതിയിലുള്ള കഴിവുകളോ ആരോഗ്യമോ പോലും ഇല്ലാതിരുന്നിട്ടും അവിടെ വരെ ചെന്ന് ജീവിതത്തിൽ റമ്പാൻ പദവി വരെ എത്തുമ്പോൾ എന്താണ് റമ്പാച്ചൻ ഈ ആശ്രമ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആശ്രമ ജീവിതം നമ്മൾ പട്ടുമത്തിയായിട്ട് കണക്കാക്കാൻ ഒക്കുകയില്ല, മുള്ളു മത്തിയായിട്ട് കാണുക. അതിനകത്ത് ഒത്തിരി നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും, എല്ലായിടത്തും ഉള്ളതുപോലെ ഉണ്ട്, എല്ലായിടത്തും ഉള്ളതുപോലെ. അതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും സന്തോഷമായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ അത് പറയുന്നത് ശരിയല്ല, എനിക്ക് എങ്കിലും ഇത്ര വ്യക്തമായിട്ട് അച്ഛൻ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്.
ഞാൻ സാധുവായിട്ട് അത് പ്രൊഫഷൻ കഴിയുന്നതിന് മുമ്പ് എല്ലാ രാത്രിയിലും പാതിരാത്രിക്കുള്ള നമസ്കാരം മുടക്കുകയില്ല. എല്ലാ അതായത് രഹസ്യപ്രാർത്ഥനകൾ മുഴുവൻ തുടർച്ചയായിട്ട് ഇങ്ങനെ വായിച്ച് അത് കഴിഞ്ഞ് ഉറങ്ങും. ഒരു രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥനകളെല്ലാം പൂർത്തീകരിച്ച് ഉറങ്ങുകയും ദർശനം കാണുന്നത്, അതായത് ഗോവണിമേൽ മാലാഖമാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് ഹൃദയ കണ്ണുകൾ കൊണ്ട് ഞാൻ ദർശനം കണ്ടതാ. കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നു. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആബു എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. യോഹന്നാൻ സാധ്യത ഞാൻ എഴുന്നേറ്റ് അത് തോന്നുന്നു. അവയെ കാണുന്നില്ല. നമ്മൾ മനസ്സ് അതിൽ ഉൾക്കൊണ്ട് പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദർശനങ്ങളൊക്കെ ദൈവം തരുന്ന ദർശനങ്ങളാണ്. നമ്മളിപ്പോൾ അവിടെ ഒരു സംശയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷെ ആഗ്രഹങ്ങളും പാടില്ല, സന്യാസികൾ അതൊന്നും പാടില്ല. റമ്പാൻ പദവി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് വിശുദ്ധ കുർബാന അർപ്പിക്കാനും ഒക്കെ പുറത്തേക്ക് വിളിക്കുമ്പോൾ എങ്ങനെയാണ് റമ്പാച്ചന്റെ സാധാരണ ഒരു ശൈലിയിൽ നിന്ന് മാറി തിരക്കുകളുള്ള ഒരു ജീവിതം? ഞാൻ ഈ തിരക്കുള്ള ജീവിതത്തെ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ ബഹുമാനിക്കുന്ന, നാം അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയിൽ അവർ നമ്മളോട് പറയുന്ന ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുക്കാതെ പിൻവാങ്ങുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇപ്പോൾ ഈ ഒരു മാസമായിട്ട്, അല്ല 1-2 മാസമായിട്ട് ഇപ്പോൾ ഓരോ പള്ളികളിൽ ഇങ്ങനെ ഓരോരുത്തരും പാത്താനം, ചേർത്തലും, കങ്ങഴ, കുറിച്ച് ഇങ്ങനെ ഓരോ പള്ളികളും ഓരോ വേദിയിലും ചുമതലപ്പെട്ടവരും വിളിക്കുന്നു. ഞാൻ കഴിവൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. എൻ്റെ ബലഹീനമായ പ്രാർത്ഥനയും കുർബാനയും നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നുവെങ്കിൽ ഞാൻ വരികയും പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അതിന് പോകുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് ഞാൻ അത് നേടിയെടുക്കാനായിട്ടുള്ള ആ ചിന്തയോടുകൂടി പോയാൽ അത് തീർത്തും പരാജയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുബലി അർപ്പിക്കുമ്പോൾ പൂർണ്ണമായും തിരുബലി കരങ്ങളിലെടുത്ത് പടിഞ്ഞാട്ട് തിരിഞ്ഞു വരുമ്പോൾ എനിക്കറിയത്തില്ല, എന്തോ വലിയൊരു സ്വർഗീയ മാലാഖമാരുടെ മഹത്വവർണ്ണങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് അതിന് ഉൾക്കൊള്ളുവാനും അതനുഭവിച്ച് ശ്രോണസിൽ കൊണ്ടുവെക്കാനും സാധിക്കുന്നത്. അത് ദൈവം തരുന്ന അനുഭവമല്ലാതെ മനുഷ്യൻ്റെ കഴിവുകൊണ്ട് സാധിക്കുകയില്ല. മനുഷ്യൻ ബലഹീനനാണ്. അവൻ ചിന്തിക്കുന്നതിലും സംസാരിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും എപ്പോഴും അവനെ സാത്താൻ പ്രലോഭനം ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഇവിടെ ഒരു നമ്മുടെ ഗീവറീസ് ദിദിയൻ ബാബ, കല്ലാച്ചേരി ബാബയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാസായിൽ നമ്മൾ കൈ ആവശ്യപ്പിക്കുമ്പോൾ ഈ കൈ കൊണ്ട് സാത്താനെ ഈ കൈ അത് വാസ്തവമാണ്. ഷാജി അപ്പോഴും നമ്മൾ അലട്ടാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൻ്റെ ശക്തിയെ മയക്കാനുള്ള ഒരു ചെയ്തിയാണ് ആ കൈ ആവശ്യത്തിൻ്റെ വലിയ അനുഭവം. ഈ ബദനിയുടെ ഇപ്പോഴത്തെ വളർച്ചയും റമ്പാച്ചൻ ചെന്ന സമയത്തെ അവസ്ഥയും ഇപ്പോഴത്തെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു ആശ്രമത്തിൻ്റെ ഒരു മുൻപോട്ടുള്ള ജീവിതം? എൻ്റെ അനുഭവത്തിൽ ഞാൻ ആശ്രമ ചാപ്റ്റർ മെമ്പറായിട്ട് ഇപ്പം 45 വർഷത്തോളമായിട്ടുണ്ട്. അതിന് മുമ്പ് സാധുവായിട്ടും അതിന് ചാപ്റ്ററിൽ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് നയിക്കുകയുണ്ടായിരുന്നു. ആശ്രമത്തിൽ ഒത്തിരി ഞാൻ ചെന്നതിന് ശേഷമായിട്ടൊരു 500 പേരെങ്കിലും സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിച്ച് വരികയും അതിൽ നിലനിന്ന് പോകണമെന്നുള്ള പ്രത്യാശയോടുകൂടി വരും. പക്ഷേ പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പടം മടക്കും. അത് പലരും കണ്ടിട്ടുണ്ട്. എന്നാൽ അന്നത്തെ സാഹചര്യവും അത് തന്നെയായിരുന്നു. ഞാൻ ആശ്രമത്തിൽ ചെല്ലുന്ന സമയത്ത് 5 അച്ഛന്മാർ അന്നും അവിടെയുള്ളൂ. ചാക്കോച്ചൻ, ജോനാനച്ചൻ, കുറിയാക്കോസച്ചൻ, ദാസച്ചൻ, ദാനിയലച്ചൻ, 5 അച്ഛന്മാര്. അത് പിന്നെ ഇപ്പം 12 പേരുണ്ട്. അത് കൂടിയും കുറഞ്ഞും നിൽക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ മനുഷ്യനെ അലട്ടുന്ന ചില ചിന്തകളുണ്ടല്ലോ, ഓരോ പ്രവർത്തനങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ ഇത് നിന്ന് പോവുകയുള്ളൂ എന്ന് പറയും. അന്നേരവും ഞാൻ പറയും, ദൈവം തുടങ്ങി വെച്ചതാണെന്ന് ദൈവം നോക്കിക്കോളും. നമ്മളാരും അതിനെ വിധിക്കേണ്ട കാര്യമില്ല.
അത് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കും, യാതൊരു സംശയമില്ല. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമുക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള പ്രത്യാശയാണ് എപ്പോഴും എനിക്കുള്ളത്. ആശ്രമ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സന്യാസ ജീവിതം ആഗ്രഹിക്കുന്ന തലമുറകളോട് പറയാനുള്ള സന്ദേശം എന്താണ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വരാൻ പ്രേരണ നൽകുന്ന ഘടകം എന്തായിരിക്കണം, ഒന്ന് പറയാമോ? എങ്ങനെയാണ്? ഞാനിപ്പോൾ വളരെ പേര് ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചിലർ സമ്മതത്തോടുകൂടി വരികയും ചെയ്തിട്ടുണ്ട്. വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ചിന്താഗതിയിൽ നിന്നും പിന്മാറിപ്പോകുന്ന അനുഭവമാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഈ ലക്ഷ്യത്തോടു കൂടി വരും. അവരോട് മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് എടുക്കാനുള്ള ആ മനോഭാവം ഉണ്ടാകാതെ, അത് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുത്തെങ്കിലേ നമുക്ക് സാധിക്കും. നമ്മുടെ ലക്ഷ്യം വെച്ചും കൊണ്ട് നമ്മൾക്ക് ഏതാണ്ടൊക്കെ ആയിത്തീരണം എന്നുള്ള ആ ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പിൻവാങ്ങി പോവുകയുള്ളൂ, യാതൊരു സംശയമില്ല. അതിന് കാരണം എനിക്ക് പറയാവുന്ന പലരോടും പല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണത ലഭ്യമാകുന്നില്ല. വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ തോന്നും ഇത് നല്ലതാണ്, പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ പ്രവർത്തനങ്ങളിൽ വ്യതിയാനങ്ങൾ വരും. ഞങ്ങൾ തന്നെ അതിന് മാതൃകയായി ജീവിക്കുന്നുവോ എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ എൻ്റെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നുമുണ്ട്. റംബാച്ചൻ വാഗ്ദാനത്തു നിന്ന് തുടങ്ങി ബദനി ചെല്ലുന്നു, ബദനിയിൽ നിന്ന് കുന്നംകുളത്തെത്തുന്നു, കുന്നംകുളത്തുനിന്ന് തിരിച്ചും വീണ്ടും ബദനി ചെല്ലുന്നു, ഇവിടെ വീണ്ടും വാഗ്ദാനത്ത് ഈ കുഴിമറ്റം പ്രദേശത്തെത്തുന്നു. ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വാഗ്ദാനത്തോട് റംബാച്ചനെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തോട്, ഈ കുഴിമറ്റം പ്രദേശത്തോട് പ്രത്യേകമായ ദീർഘനാളത്തെ ഒരു ബന്ധവും ആഴവും. പ്രത്യേകിച്ച് വാഗ്ദാനം പോത്തുമുട്ടിൽ കുടുംബ അംഗമാണ്. കുടുംബം ഈ വള്ളിക്കാട്ട് ദേറായുമായിട്ടുള്ള ഒരു ബന്ധം, വള്ളിക്കാട്ട് പ്രദേശവുമായിട്ടുള്ള ബന്ധം, കുഴിമറ്റത്ത് വന്നുള്ള ഈ എത്രയോ വർഷങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ശുശ്രൂഷ ജീവിതം, എങ്ങനെയാണ് ഇതൊന്ന് വിവരിക്കാമോ? ഈ സ്ഥലവുമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ബദനിയുമായിട്ടുള്ള ഒരു ബന്ധം. ബദനി ഞാൻ ആശ്രമമായി തീർന്നതിന് ശേഷം എന്നെ 45 വർഷത്തോളമായിട്ട് കുഴിമറ്റത്താണ് ഞാനിപ്പോൾ കൂടുതലും താമസിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നത്. ഈ കുഴിമറ്റം ദേശത്തുള്ള കുഴിമറ്റം, വള്ളംകുറിച്ചി, അകത്താനം, ഏറിയാൽ, പൂങ്ങന്താനം, ഈ എല്ലാ ദേശങ്ങളിലുള്ള ഓരോ കുടുംബാംഗങ്ങളുമായിട്ടും ഒരു അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കുഴിമറ്റത്ത് ഏത് ആവശ്യത്തിനും ഏത് പാതിരാത്രിയിൽ, ഇവിടെ അച്ഛന്മാർ താമസമില്ലാത്ത ആ കാലയളവിൽ എന്ത് ആവശ്യമുണ്ടായാലും ഏത് രാത്രിയിലാണേലും ഓടി വന്നാൽ ഞാൻ മാത്രമേ അവർക്ക് കൂട്ടുപോകാനായിട്ടുള്ളൂ. അങ്ങനെ അവരെന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന വെളിച്ചത്തിൽ കുഴിമറ്റം എൻ്റെ ഒരു സ്വന്തം, കുഴിമറ്റത്തിൽ നിന്ന് എന്നെ പിൻവലിക്കാനായിട്ട് ഒത്തിരി ആശ്രമത്തിൽ നിന്നും പ്രേരണ തന്നു. കൂടുതൽ ആശ്രമം സന്യാസിയുടെ ആശ്രമം പറയുന്ന അനുസരിക്കുന്നതാണ്. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് 3 വർഷം അല്ല വെറുനാട്ടിൽ പോയി താമസിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും തന്നെ തിരിച്ചു വിട്ടു. അങ്ങനെ ഈ നാട്ടിൽ എന്നെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മരിച്ച ഇവിടെ തന്നെ അടക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ആശ്രമ സുപ്പിയുടെ അനുവാദത്തിനുള്ള സ്നേഹം കൊണ്ടാണ്. അതെ, ഇവിടെ ഈ അത്തിയുടെ ചുവട്ടിൽ ഒരു കല്ലറ ഉണ്ടാക്കണം, അവിടെ എന്നെ അടക്കണം. അത് റംബാച്ചന് ഈ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയും മുൻപോട്ടുള്ള യാത്രകൾ, ഈ കഴിഞ്ഞ 90 വർഷം പ്രത്യേകിച്ച് ഈ സഭാ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ നേതൃത്വ രംഗത്തോട് അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 60 കൊല്ലങ്ങളോളമാകും. എങ്ങനെ കാണുന്നു ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയും മുൻപോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നും സഭയെ പറ്റിയുള്ള ഈ 21-ാം നൂറ്റാണ്ടിൽ പല വൈതരണികളാണ് നമ്മൾ നേരിടുന്നത്. സഭയ്ക്കകത്ത് പുറത്ത് ഈ മറ്റ് തീവ്രമായ ചിന്തകൾ പുറത്ത് ഉടലെടുക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് റംബാച്ചൻ ഇതിനെ കാണുന്നതും പറയാനുള്ളതും? അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ തക്ക കഴിവുള്ള ഒരു മനുഷ്യനല്ല ഞാൻ, ബലഹീനനാണ്. എങ്കിലും സഭയുടെ സ്വാതന്ത്ര്യമാണ് പൗരസ്ത്രീയൻ ബാബ നമ്മെ പഠിപ്പിച്ചിട്ട്, പിതാക്കന്മാരെല്ലാം അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചാൽ
ഞങ്ങളുടെ ബദനിയിലെ ദേവദാസ് തിരുമേനി ഇങ്ങനെ സമ്മേളനത്തിന് ധൈര്യമായിട്ട് നിങ്ങൾ ഒരു പട്ടിയെ കുഴിച്ചിടുന്ന പോലെ എന്നെ കുഴിച്ചിട്ടാലും വിരോധമില്ല. ഞാൻ എൻ്റെ സഭയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഖനിച്ചിട്ട് യാതൊരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ആ പിതാവിൻ്റെ പിൻഗാമികളായി നമ്മൾ ജീവിക്കുമ്പോൾ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ജീവൻ കളയാൻ വന്നാൽ അതിന് നിലനിൽക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കണം. ഈ കേസും എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ സത്യം മനസ്സിലാക്കുമ്പോൾ അവരെല്ലാം തിരികെ വരുമെന്നുള്ളത് എൻ്റെ. പക്ഷേ സത്യത്തിന് കൂട്ടു നിൽക്കാൻ തയ്യാറല്ലാത്ത ഒരു സമൂഹം എപ്പോഴും ഉണ്ട്. നേതൃത്വം മാത്രം ആഗ്രഹിക്കുകയും സത്യത്തെ വെല്ലുകഴിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂടെ ഉണ്ട്, മറ്റു സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തെല്ലാം ശുഭകരമായിക്കൊള്ളും എന്ന് വിചാരിക്കേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോൾ പ്രവർത്തിക്കുന്നു, ഹൃദയങ്ങൾ പ്രവർത്തിക്കുന്നു, അത് ശുഭകരമായി തീരും. എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ വല്യപ്പന്മാരും വല്യമ്മച്ചമാരും അമ്മച്ചമാരും മണർകാട്ടുണ്ട്, ഒത്തിരി പേര് അവിടെ വിശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു കുർബാനയിൽ ധൂപം വെക്കണമെന്ന് ഞാനവിടെ ധൂപം വെക്കുന്നുണ്ട്, കുർബാനയിൽ സമ്മതിക്കുന്നുണ്ട്. പാർത്തോട് പള്ളിയിൽ ഒരു കുർബാനയിൽ ഇട്ട് കണ്ണടയ്ക്കാനാണോ എന്നെ വിട്ടിരിക്കുന്നത് ഒരു സംശയമുണ്ട് കേട്ടോ. ദൈവഇഷ്ടം എന്താ നടക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം പോലെ റംബാച്ചന്റെ ആഗ്രഹം ദൈവ ഇഷ്ടമായിട്ട് മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 1934 തുടങ്ങി ഈ 2024 വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങളും ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ കണ്ടാണ് വളർന്നത്. റംബാച്ചന്റെ ഇതുവരെയുള്ള ആശ്രമ ജീവിതത്തിൽ സംതൃപ്തനാണ്. കണിശമായിട്ട് യാതൊരു സംശയമില്ലാത്ത കാര്യം. ആ ചോദ്യത്തിന് ഞാൻ 100% സംതൃപ്തിയുടെ അനുഭവത്തിൽ മാത്രമാണ് ഇന്നേയുള്ളത്. എനിക്ക് ഇവിടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളൂ, ഇനി സാധിക്കുകയും ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഈ ജീവിതം സംതൃപ്തമാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എങ്കിലും റംബാച്ചൻ നമ്മളോട് പറയുമ്പോൾ അത്രമേൽ ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്നാണ് അത് പറയുന്നത്. അത് കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത്. 1934 ഓഗസ്റ്റ് 15, അതായത് ഈ ഓഗസ്റ്റ് 15 91 വയസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ നാളിതുവരെയും ഒരു സ്വപ്നങ്ങളുമില്ലാതെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തൻ്റെ ജീവിതത്തെ ചെലവഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരു ബാലൻ ഇവിടെ നിന്ന് മുണ്ടൻമലയിലേക്ക് റാന്നിയിലേക്ക് കയറുന്നു. തിരിച്ചിറങ്ങുന്നത് റംബാച്ചനായി എത്രയോ ആളുകൾക്ക് സ്വാന്തനമായി. മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ളൊരു ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളുടെ തുടക്കം, അതിൻ്റെ വളർച്ച, അതിൻ്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം കൂട്ടിവരുത്തിയതാണ്. ഇടുക്കി പോലുള്ളൊരു പ്രദേശത്തെ ധാരാളം ആളുകളുടെ ജീവിതത്തിലേക്ക്, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ വിവാഹത്തിന്, അവരുടെ കുടുംബത്തിൻ്റെ കെട്ടുപണിക്ക് പല രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മഹനീയ വ്യക്തിത്വം. മലങ്കര സഭയുടെ പിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പൗലോസ് ദിദിയൻ ബാവ തിരുമേനിയുടെ കുമ്പസാര പിതാവ്, ജീവിതത്തിൻ്റെ നിരവധിയായ ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ, ശാരീരികമായ വിഷമങ്ങളെ കടന്നുപോയ ഒരാൾ. പക്ഷേ ആരാണ് സന്യാസി എന്ന് നമ്മെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് കാണിക്കുന്ന ഉത്തമനായ ഒരു പിതാവ്. ഈ പിതാവിന് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞങ്ങൾ സാദരം ഇന്നത്തെ ദിവസം പിതാവിനായിട്ട് സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൻ്റെ ജീവിതത്തിൽ നിരവധി തവണ അപകടങ്ങളിലൂടെയും മറ്റും മരണത്തെ മുഖാമുഖം കണ്ട ജോസഫച്ചൻ താൻ ഓരോ പ്രാവശ്യവും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ ഇടപെടലും കരുണയും അതോടൊപ്പം പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയും കാരണമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇടുക്കിയിലെ പുറ്റടിക്ക് സമീപമുള്ള കർമ്മേൽ മലയിൽ ഏറെ കഷ്ടം സഹിച്ചാണെങ്കിലും കുരിശ് സ്ഥാപിച്ച് അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയതും പുറ്റടി ദേവാലയത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതും ജോസഫച്ചൻ്റെ ആത്മീയ കർമ്മമണ്ഡലത്തിലെ നാഴികക്കല്ലുകളായി വിശേഷിപ്പിക്കാം. 2009 മാർച്ച് മാസം 1-ാം തീയതി ചേർന്ന ബഥനി ചാപ്റ്റർ ജോസഫച്ചനും അദ്ദേഹത്തോടൊപ്പം തോമസ് അച്ചനും റംബാൻ സ്ഥാനം നൽകുവാൻ തീരുമാനിച്ചു. 2009 ഓഗസ്റ്റ് 5 പൂർണ്ണ സന്യാസ സ്ഥാനമായ ദേറോ യൂസോ അഥവാ റംബാൻ സ്ഥാനത്തേക്ക് അഭിഷിക്തനായതോടെ ജോസഫച്ചൻ അജഗണങ്ങളുടെ പ്രിയ റംബാച്ചനായി മാറി. ശമാശപ്പട്ടവും കശീശ സ്ഥാനവും റംബാൻ സ്ഥാനവും ഒരേ തീയതിയായ ആഗസ്റ്റ് മാസം 5-ാം തീയതി സ്വീകരിക്കുന്ന അപൂർവ ഭാഗ്യവും അങ്ങനെ റംബാച്ചന് സ്വന്തമായി.
നമസ്കാര സമയങ്ങളിൽ ഒഴികെ കർഷക വൃത്തിയിൽ ഏർപ്പെടുന്ന റമ്പാച്ചനെ വിയർപ്പിൽ കുളിച്ച് മണ്ണ് പുരണ്ട് കുപ്പായവുമായിട്ടാണ് മിക്കവാറും കാണാൻ കഴിയുക. 1990 കുഴിമറ്റത്ത് ബഥനി ആശ്രമത്തിൻ്റെ ശാഖ വന്യ റമ്പാച്ചൻ സ്ഥാപിക്കുന്നത്. കർമ്മത്തിലൂടെയുള്ള ധ്യാനമാണ് ഒരു സന്യാസിക്ക് വേണ്ടതെന്ന് തൻ്റെ കഠിനാധ്വാനത്തിലൂടെ തെളിയിച്ച സന്യാസവര്യനാണ് വന്യ ജോസഫ് റമ്പാച്ചൻ.